2006 ഡിസംബർ 24 സൗദി അറേബ്യയിൽ വെച്ചായിരുന്നു റഹീമിന്റെ വിധി നിർണയിച്ച ആ സംഭവം അരങ്ങേറിയത്. അക്കാലത്ത് സൗദിയിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു റഹീം. തന്റെ സ്പോൺസറുടെ മകനായ 14-കാരൻ അനസ് അൽ ഷഹ്രിയയുടെ കാര്യങ്ങൾ നോക്കുന്നതിലും സഹായിയായി കൂടെയുണ്ടായിരുന്നു. കഴുത്തിന് താഴേക്ക് ചലനശേഷി ഇല്ലാതിരുന്ന അനസിന് കൃത്യമായ ഇടവേളകളിൽ ഭക്ഷണം നൽകേണ്ടിയിരുന്നത് അവന്റെ കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന ഒരു പ്രത്യേക ഉപകരണത്തിലൂടെയായിരുന്നു. വളരെ സൂക്ഷ്മതയോടെ മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒന്നായിരുന്നു ആ ഉപകരണം. സംഭവ ദിവസം ഇരുവരും ഷോപ്പിങ്ങിനായി പുറത്തുപോയ സമയത്താണ് വിധി വില്ലനായി എത്തിയത്. യാത്രക്കിടെ ട്രാഫിക് സിഗ്നലിൽ വാഹനം നിർത്താൻ അനസ് റഹീമിനോട് ആവശ്യപ്പെടുകയും ഇത് സംബന്ധിച്ച് ഇരുവരും തമ്മിൽ ചെറിയൊരു വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തു. അനസിന്റെ ആംഗ്യത്തെ പ്രതിരോധിക്കാനോ തടയാനോ ശ്രമിക്കുന്നതിനിടയിൽ റഹീമിന്റെ കൈ അബദ്ധത്തിൽ അനസിന്റെ കഴുത്തിലെ ആ ജീവൻ രക്ഷാ ഉപകരണത്തിൽ ശക്തമായി തട്ടിപ്പോയി. ആ നിമിഷം കൊണ്ട് അനസ് ബോധരഹിതനായി വീഴുകയും ആ ബാലൻ മരണപ്പെടുകയും ചെയ്തു. ഒരു നിമിഷം കൊണ്ട് കൈപ്പിഴവ് സംഭവിച്ച ആ പ്രവാസിയുടെ ജീവിതം 20 വർഷം നീണ്ട ജയിൽവാസത്തിലേക്കും വധശിക്ഷയുടെ നിഴലിലേക്കും എടുത്തെറിയപ്പെടുകയായിരുന്നു. നിയമ പോരാട്ടങ്ങളുടെയും നിരന്തരമായ ഇടപെടലുകളുടെയും ഫലമായി ഒടുവിൽ ആ കാത്തിരിപ്പിന് വിരാമമായിരിക്കുകയാണ്. റഹീമിന്റെ മോചനം സുഗമമാക്കുന്നതിനായി സൗദി അറേബ്യയിലെ ഇന്ത്യൻ എംബസി നടത്തിയ നിരന്തരമായ ഇടപെടലുകളും 2026 മെയ് 26 മോചനത്തിന് ആവശ്യമായ എല്ലാ നിയമപരമായ ഉത്തരവുകളും പൂർത്തിയാവുകയും തുടർന്ന് അതിവേഗം എമിഗ്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തതോടെ റഹീമിന്റെ നാട്ടിലേക്കുള്ള മടക്കയാത്ര സാധ്യമായി.